ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവർക്കും പ്രിയപ്പെട്ട അവലോസ് പൊടി. ഓണമൊക്കെ അടുക്കാറായില്ലേ, അതുകൊണ്ടാണ് ഞാൻ അവലോസ് പൊടി ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ഞാൻ പച്ചരി എടുത്തു, 3.5 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. ഞാൻ ത്രാസിനകത്തൊക്കെ തൂക്കിയാണ് എടുത്തത്. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ 3-4 വെള്ളം കഴുകി 20 മിനിറ്റ് നമുക്കിത് കുതിർക്കാനിടണം. അതിനുശേഷം നമുക്കിതിനാവശ്യമായ തേങ്ങ പൊതിച്ചെടുക്കാം. 1 കിലോ അരിക്ക് 3 തേങ്ങ എന്നാണ് പറയുന്നത്. മിനിമം 2 തേങ്ങയെങ്കിലും വേണം. നമ്മളിവിടെ 3.5 കിലോ അരിക്ക് 8 തേങ്ങ പൊതിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുതിർക്കാനിട്ട അരിയിലെ വെള്ളമെല്ലാം വാർത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയിലോ മറ്റോ നിരത്തി നമുക്കത് വെയിലത്ത് വയ്ക്കാം. നല്ലതുപോലെ നിരത്തി വെക്കുമ്പം അത് നല്ലതുപോലെ അതിനകത്ത് ഈർപ്പമെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിനാവശ്യമായ തേങ്ങ ചിരകിയെടുക്കാം. എത്രത്തോളം തേങ്ങ നമ്മൾ ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് വരും. അതുപോലെ തന്നെ തേങ്ങ ചിരകുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വീഴുന്നതെല്ലാം നമ്മൾ എടുത്ത് മാറ്റണം. അതല്ലെന്നുണ്ടെങ്കിൽ അവലേസ് വറക്കുമ്പോൾ അത് പെട്ടെന്ന് മുരിഞ്ഞു വരത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ അരിയിലെ വെള്ളമെല്ലാം നല്ലപോലെ തോർന്ന് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മില്ലിൽ കൊണ്ട് പൊടിച്ചുകൊണ്ട് വരാം. തുമ്പൂസെല്ലാം നല്ലതുപോലെ ചെക്ക് ചെയ്യുന്നുണ്ട്, നല്ലവണ്ണം നനവ് മാറിയോന്ന്. നമുക്ക് മില്ലിൽ പോയിട്ട് വരാം. നമ്മളിവിടെ അടുത്തുള്ള മില്ലിൽ തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിത് പൊടിക്കുമ്പം അവലേസിന് പൊടിക്കുമ്പം ഇടിയപ്പത്തിനും പുട്ടിനും കൂടെ ഇടയ്ക്കുള്ള പരുവത്തിന് വേണം ഇത് പൊടിച്ചെടുക്കാൻ. ഇടിയപ്പത്തിൻ്റെ പരുവത്തിന് പൊടിക്കുവാണെങ്കിൽ നല്ലോണം അങ്ങ് പൊടിയായിപ്പോവും. പുട്ടിൻ്റെ പരുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തരിയായിപ്പോവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും കൂടെ ഇടയ്ക്കുള്ള പരുവത്തിന് വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ. നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന അരിപ്പൊടി അവലീസ് പൊടി തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉരുളിയിലോട്ട് നമുക്കിനി അത് തട്ടിയിടാം. എന്നിട്ട് നല്ലതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിനാവശ്യമായിട്ട് നമ്മൾ ചിരകി വെച്ചേക്കുന്ന തേങ്ങ ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങയും മാവും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനാവശ്യമായ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് ഒരിക്കലും മുന്നിൽ നിൽക്കരുത്, ആവശ്യത്തിന് ചെറുതായിട്ട് മാത്രമേ ചേർക്കാവൂ. എന്നിട്ട് നമുക്കിതിന് വേണ്ടിയിട്ട് ഈ നല്ല ജീരകം, അതായത് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം 2-3 സ്പൂൺ അതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. അവലേസ് പൊടിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഇളക്കി ചേർക്കലിലാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നല്ലതുപോലെ ഈ തേങ്ങാപ്പാലും ഈ മാവും കൂടെ നല്ലതുപോലെ തിരുമ്മി ചേർക്കണം. നല്ലതുപോലെ ഇളക്കി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അവലേസ് പൊടി തയ്യാറാക്കുന്നതിനകത്ത് ഈ ഇളക്കി ചേർക്കലാണ് പറയുന്നത്. അപ്പോൾ നല്ലതുപോലെ നമ്മളിത് ഇളക്കി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തത്തിപ്പൊത്തി ഒരു അരമണിക്കൂർ വെക്കണം. അതിനുശേഷം നമുക്കിത് അടപ്പത്ത് വയ്ക്കാം. ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ നടുഭാഗം കൂട്ടി ഇളക്കണം. അതായത് അടുക്കി പിടിക്കും പെട്ടെന്ന് തന്നെ. ഇത് എപ്പോഴും നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മളിത് അടുക്കി പിടിക്കാതിരിക്കാൻ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. അതായത് നടുക്ക് ഭാഗത്താണ് അടുക്കി പിടിക്കുന്നത്. അപ്പോൾ അടുക്കി പിടിക്കാതെ നമ്മൾ എപ്പോഴും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ഒരു സമയം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം നമ്മളിത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നമുക്കിപ്പം കളറൊക്കെ മാറി വരുന്നുണ്ട്. നമ്മുടെ നല്ല മണം വരുന്നുണ്ട്, നല്ല മുരിയുന്ന മണം, നല്ല മണമാണ്. ആ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അതുപോലെ നല്ല ചൂടാണ്. ഈ ഉരുളിയുടെ ചൂടും അവലീസ് പൊടിയുടെ ചൂടും എല്ലാം നല്ല ചൂടാണ്. അപ്പോൾ ഏകദേശം ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന് നല്ല മുരിഞ്ഞ് വരുമ്പോൾ നല്ല മൂക്കുന്ന പരുവം, അതായത് മുരിഞ്ഞ് വരുന്ന പരുവം, ആ പരുവത്തിൽ നമുക്ക് 2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കണം. ഏലക്കാപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏലക്കാടയും അവലേസ് മുരിഞ്ഞ് വരുന്നതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു മണമാണ്. നമുക്കിതൊരു പേപ്പറിനകത്തോട്ട് തട്ടിയിടാം. പേപ്പറിനകത്തോട്ട് തട്ടി നല്ലതുപോലെ നിരത്തി വെക്കണം. എന്നുവെച്ചാൽ ഇത് തണുത്താലേ നമുക്കൊരു കണ്ടെയ്നറിനകത്തോട്ട് ഇട്ട് വെക്കാൻ പറ്റും. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും. അത്രയ്ക്ക് നല്ലൊരു പലഹാരമാണ്. ഇതിൻ്റെ മണം അടിച്ചിട്ടാന്ന് തോന്നുന്നു തുമ്പൂസ് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാനങ്ങനെ തുമ്പൂസിന് കുറച്ച് കൊടുത്തു. തുമ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് അവലേസ് പൊടി, ഭയങ്കര ഇഷ്ടമാണ്. സ്നാക്സിനൊക്കെ ഞാൻ കൊണ്ടുവെക്കോളും. എപ്പോഴും സ്നാക്സിനൊക്കെ ഇത് മതിയെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ അവലേസ് പൊടി തണുത്തു. അങ്ങനെ ഞാനത് കണ്ടെയ്നറിനകത്ത് ഇട്ട് വെച്ചു. ഒരുപാട് നാൾ കേടുകൂടാതിരിക്കുന്നത് കൊണ്ടാവാം വിദേശത്തുള്ളവരും വെളിനാട്ടിലുള്ളവരും ഒക്കെ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.